തബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാമിൻ ദീ റഹ്മിൻ യഅതി ദാ റഹിമിഹി, ഒരു കുടുംബബന്ധമുடைய വ്യക്തിയുമില്ല, അവൻ്റെ കുടുംബബന്ധമുடைய ആൾ അവൻ്റെ അടുക്കൽ ചെല്ലും. വയസ്അലുഹു, അപ്പോൾ ആ വ്യക്തി ഇവനോട് എന്തെങ്കിലും ചോദിക്കും, ആവശ്യപ്പെടും. ഫളൻ അഅതാഹുല്ലാഹു ഇയ്യാഹു, അല്ലാഹു തആല അവനക്ക് കൊടുത്ത അവൻ്റെ ആവശ്യം കഴിച്ചുള്ള എന്തെങ്കിലും ഒരു വസ്തു ചോദിച്ചുകൊണ്ട് അവൻ്റെ കുടുംബക്കാരനായ ഒരു വ്യക്തി അവൻ്റെ അടുക്കലെത്തും. ഫയബ്ഖലു അലൈഹി, അപ്പോൾ അവൻ്റെ മേൽ ലുബ്ധത കാണിക്കും, കൊടുക്കില്ല. അവനക്ക് ആവശ്യമില്ല. ഇപ്പോൾ അവൻ്റെ ആവശ്യമൊക്കെ കഴിച്ച് എന്തിയാ ബാക്കിയുണ്ട്. പക്ഷേ ഇനി എന്തിയാ മറ്റൊരിക്കൽ ആവശ്യം വരുമെന്ന് ചേച്ചിയോട് സൂക്ഷിച്ചു വെച്ചേക്കുക. ആ കുടുംബക്കാരനെ ആവശ്യം കഴിച്ച് എനിക്കൊന്ന് താ, നിങ്ങളിങ്ങനെ ജീവിക്കുന്നല്ലോ, എനിക്ക് ഒരു കുറച്ചൊക്കെ എനിക്കും താ എന്ന് പറഞ്ഞിട്ട് അവൻ വന്നപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു, അവൻ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല അവൻ്റെ മേലെ അവൻ ലുബ്ധത കാണിക്കും. ഇല്ലാ അഖ്റജല്ലാഹു ലഹു മിൻ ജഹന്നമ, അവനക്ക് അല്ലാഹു തആല നരകത്തിൽ നിന്നിട്ട് പുറപ്പെടുവിച്ചിട്ടല്ലാതെ ഖബറിലേക്ക് ഹയ്യത്തന്നൊരു പാമ്പിനെ, യുക്കാലുലഹ, അതിന് പേര് പറയപ്പെടും ഷുജാഉൻ എന്ന് പേര് പറയപ്പെടും. യതലമ്മളു വയുതവ്വിഖുഹു, ആ പാമ്പ് അവനെ കൊത്തും. ആ പാമ്പിനെ അവനക്ക് എന്ത് ചെയ്യും, കഴുത്തിൽ മാലയായി അല്ലാഹു തആല അണിയിച്ചു കൊടുക്കും. വതലമ്മളു മാ യബ്കാ ഫീ ഫമി മിൻ ആസാരി തആമി, അവൻ്റെ ഭക്ഷണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഭക്ഷണം എന്താണെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സക്കൂം എന്ന് പറയുന്നൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ മുള്ള് ഏറിയ ആ ഭക്ഷണം എടുത്ത് കടിച്ച് ചവച്ച് തിന്നിരിക്കുന്നതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ ഇവൻ്റെ വായിൽ നിന്ന് കൊത്തിപ്പറിച്ചെടുക്കുകയും അവൻ എന്തിയെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പാമ്പിനെ അല്ലാഹു തആല ഖബറിൽ വിട്ടുകൊടുക്കും. സ്വന്തം കുടുംബക്കാരൻ തൻ്റെ അടുക്കൽ തൻ്റെ ആവശ്യങ്ങളും വേദനാദികളും പറഞ്ഞു വന്നിട്ട് അവൻ എന്തിയെ തിരിഞ്ഞു നോക്കാതെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും സംഭാവനകൾ നൽകാനും സാമൂഹ്യ പ്രവർത്തനം നടത്താനുമൊക്കെ ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവനക്ക് ഖബറിൽ വരാൻ പോകുന്ന ശിക്ഷ ഇതാണ് എന്ന് ഹദീസ് വ്യക്തമാക്കി തരുന്നു.